അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സേമിയ ഉറപ്പിച്ചതാണ്. 4 മണി പലഹാരമാണ്. അതിലേക്ക് വേണ്ടത് തേങ്ങൻ്റെ 1-ാം പാൽ, 2-ാം പാൽ, 1 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു 300 ഗ്രാം സേമിയ, ഒരു 4-5 ഏലക്കായ. അങ്ങനെ പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചത് ഓണാക്കിയതിൻ്റെ ശേഷം നെയ്യ് നല്ലതുപോലെ മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ 300 ഗ്രാം സേമിയ ചേർത്ത് നല്ലതുപോലെ വറുത്തെടുത്ത് കരിഞ്ഞു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങൻ്റെ 2-ാം പാൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് സേമിയ വേവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിക്കുക. ചെറിയൊരു മീഡിയം തീയിലാക്കിയാൽ മതി. എന്നിട്ട് അതിലേക്ക് 4 ഏലക്കായ ചേർത്തെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഏലക്കായും തേങ്ങാപ്പാലും ഒരു ലേശം ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ഇതിലെടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ചേർത്ത് പഞ്ചസാര മെൽറ്റാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ തേങ്ങൻ്റെ 1-ാം പാൽ ചേർത്തെടുക്കുക. 1-ാം പാൽ ചേർത്ത് നല്ലതുപോലെ തേങ്ങാപ്പാൽ അതിൽ സേമിയയിൽ വറ്റി വരുന്നത് പോലെ ഇളക്കി യോജിപ്പിച്ച് പിന്നെ നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് ഒഴിച്ച് വെക്കുന്നത് അതിൽ ലേശം നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് നെയ്യ് തടവി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഈ മിക്സ് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അങ്ങനെ ഇതേമാതിരി നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലാക്കി കൊടുത്തതിൻ്റെ ശേഷം ഈ മിക്സ് ഇതിലേക്ക് പാർന്നെടുത്ത് നല്ലതുപോലെ ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്.